മഴയും ഇവിടെ നല്ല ഐസ്ക്രീം തീറ്റയാണ് കേട്ടോ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നല്ല മഴയാണ് കേട്ടോ 2 ദിവസമായിട്ട്. കറണ്ടൊന്നുമില്ല. അപ്പോൾ നമ്മളിതാ വീട്ടിൽ ഇന്നലെ തൊട്ട് കറണ്ട് ഇല്ല. അപ്പോൾ ചുമ്മാ കാറെടുത്തൊന്ന് ഇറങ്ങിയേക്കാണ് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വഴി ചുമ്മാ ഒരു വ്ളോഗ് എടുത്ത് പോകുന്നു വിചാരിച്ചു. കുഞ്ഞപ്പനും അശ്വതിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ബോത്താങ്കെട്ട് ഡാം അവിടേക്ക് ഒന്ന് ചുമ്മാ പോകുന്നു, ഫോണിൽ ചാർജ് കയറുന്നവരെ. അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടി വ്ളോഗ് ആയിരിക്കട്ടെ അന്നത്തെ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഈ ഒരു സ്ഥലം ഭയങ്കര മനോഹരമാണ് കേട്ടോ. കണ്ടോ, 2 വഴി, അതുപോലെ തന്നെ നല്ല അടിപൊളി വലിയ മരങ്ങൾ. ഇതിലേയും വണ്ടി പോവും, നമ്മൾ ഈ പോകുന്ന വഴിക്ക് വണ്ടി പോവും. ആ സ്ട്രെയിറ്റ് പോകുന്ന റൂട്ട് ബോത്താങ്കെട്ടും, ഈ വണ്ടി തിരിഞ്ഞു പോകുന്നത് കോതമംഗലമൊക്കെ പോകുന്ന റൂട്ടാണ്. ഭയങ്കര മനോഹരമാണ് കേട്ടോ. നമ്മുടെ ഒരുപാട് വീഡിയോസ് ഇവിടെ വന്ന് എടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളി. എപ്പോൾ വന്നാലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ വന്നാലും പ്രത്യേക ഒരു ഭംഗിയാണ് ഈ ഒരു സ്ഥലം കാണാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ബോത്താങ്കെട്ട് ആ സൈഡിലോട്ട് പോവാം. രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു, ഇപ്പോഴും ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട്. അതാണോ, ഇതാണ് മറ്റേ കോതമംഗലം സൈഡിൽ നിന്നൊക്കെ വരുന്നത്. നമുക്ക് നേരെ ബോത്താങ്കെട്ടിലേക്ക് പോവാം. നല്ല മഴയ്ക്കുള്ള സാധ്യതയൊക്കെ ഉണ്ട്. മഴ പെയ്യുമ്പോ നല്ല മഴയാട്ടോ പെയ്യുന്നത്. നല്ല അടിപൊളി മഴ, ഒറ്റ പെയ്താ അത് കഴിഞ്ഞ് മഴ മാറും, വീണ്ടും കുറച്ച് കഴിയുമ്പോ അതുപോലെ തന്നെ പെയ്യും. ഭയങ്കര മഴയാ പെയ്യുമ്പോ അങ്ങോട്ട് പെയ്യുന്നത്. ഇന്നലെ ഒരു 5 മണിയൊക്കെ ആയപ്പോ കറണ്ട് പോയതാ, ഇതുവരെ വന്നിട്ടില്ല. ഫോൺ ഓഫായി പോയി. അപ്പൊ നമുക്ക് വണ്ടിയിൽ എന്തായാലും കുത്തിയിടാം. അപ്പൊ ഒരു ചെറിയൊരു ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, തൊട്ടടുത്ത് തന്നെയാണ്. ഒന്ന് കറങ്ങിയിട്ട് വരാന്ന് വിചാരിച്ചു. ഫോണിലും ചാർജ് കയറും, വ്ളോഗ് എടുക്കാം, എല്ലാ കാര്യം നടക്കും, കാഴ്ചയും കാണാം. മഴക്കാലത്താണ് ഐസ്ക്രീം കഴിക്കേണ്ടത് അല്ലേ കുഞ്ഞ്? കുഞ്ഞപ്പന് മഴ തണുത്തൊരു അന്തരീക്ഷത്തിൽ ഐസ്ക്രീം വേണമെന്നാണ് പറയുന്നത്. കുഞ്ഞപ്പന് ഐസ്ക്രീം ഒക്കെ മേടിച്ച് കൊടുക്കാം. വേണോ? എന്തിന്? നമ്മുടെ ഈ പോകുന്ന വഴിക്ക് നല്ല ഒരു ചെറിയ റോസ് കളറുള്ള പൂക്കൾ കാണാം, ഭയങ്കര ഭംഗിയുണ്ട്. അതെന്ത് പൂവാന്നറിയില്ല, പക്ഷെ നല്ല രസം. റോഡിന്റെ സൈഡിൽ മൊത്തം നിൽക്കുന്നുണ്ട് ഇതുപോലത്തെ പൂക്കൾ. നല്ല ഭംഗിയുണ്ട് എന്തായാലും അത് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ആ ബോത്താങ്കെട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നേരെ മുൻപിൽ കാണുന്നതാണ് പഴയ ബോത്താങ്കെട്ട് പാലത്തിന് മുകളിലേക്ക് പോകുന്നത്. അതായത് ഷട്ടറൊക്കെ നമുക്ക് കുറച്ചും കൂടി അടുത്ത് കാണാൻ പറ്റുന്ന ആ ഒരു പഴയ ബ്രിഡ്ജിന്റെ അങ്ങോട്ട് പോകുന്നുണ്ടോ നേരെ കാണുന്നത്. നമുക്കപ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് പുതിയ വഴിക്കാണ് കയറി പോകേണ്ടത്. ഇപ്പൊ അങ്ങോട്ട് കയറി പോകണമെങ്കിൽ പാസ് ഒക്കെ എടുക്കണം കേട്ടോ. പഴയ പാലത്തിലേക്ക് പോകണമെങ്കിൽ ശരിക്കും ഒന്നുകൂടി നല്ലത് പഴയ പാലാണ്. നമുക്ക് കുറച്ചും കൂടി അടുത്ത് ഷട്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഒരു വ്യൂ ആയിരുന്നു. പുതിയ പാലത്തിലേക്കാണ് എനിക്കിഷ്ടം, പഴയ പാല. മഴയാണെങ്കിലും അത്യാവശ്യം വണ്ടികളും ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റ് അല്ലേ, അപ്പൊ അതുകൊണ്ട് എല്ലാരും ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ കുഞ്ഞപ്പൻ ഐസ്ക്രീം വണ്ടിയൊക്കെ കിടപ്പുണ്ട്. നമ്മള് ബോത്താങ്കെട്ട് പുതിയ പാലത്തിലോട്ട് കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് കേട്ടോ, കലങ്ങി മറിഞ്ഞ വെള്ളം പോകുന്നത്. എന്തായാലും വണ്ടി അപ്പുറം കൊണ്ട് നിർത്തിയിട്ടിട്ട് ഇറങ്ങി വരാൻ കണ്ടോ. ഇതാണ് ഇവിടുത്തെ കുഴപ്പം, വണ്ടികളെല്ലാം തന്നെ പാലത്തേൽ കൊണ്ട് നിർത്തിയിട്ടിട്ട് ആളുകൾ ഇറങ്ങും. ഇപ്പോഴും ബോധമില്ലാത്ത മനുഷ്യന്മാരുണ്ടല്ലോ എന്നാണ് ആൾക്കാരുടെ വിചാരം. ഇത് കാഴ്ച കാണാനുള്ള സ്ഥലമാണ് ഈ പാലം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ശരിക്കും ഇത് അപ്പുറം വടാട്ടുപാറ സൈഡിലേക്ക് പോകുന്ന ഒരു മെയിൻ റോഡാണ്. അങ്ങനെ നമ്മൾ ബോത്താങ്കെട്ട് പാലത്തിലോട്ട് കയറുകയാണ്. വണ്ടി ഇതാ നമ്മൾ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വെള്ളമാണ് കേട്ടോ. ഇതാണോ മഴ, നല്ല ശക്തമായിട്ടുള്ള മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതാണ്ടോ വെള്ളത്തിന്റെ ഒരു ശക്തി മനസ്സിലാക്കാൻ നോക്കിയേ. ഭയങ്കര ശക്തമായിട്ടാണ് കേട്ടോ വെള്ളം ഒഴുകുന്നത്. ആ ഷട്ടർ തുറന്നിട്ടുണ്ട്. അത്യാവശ്യം ആളുകൾ അവിടെ അപ്പുറേക്ക് നിന്ന് മീൻ പിടിക്കുന്നുണ്ട്, വല വീശുന്നുണ്ട്. ഒരുപാട് ആളുകൾ പഴയ പാലത്തിൽ പാസ് എടുത്ത് കയറിയിട്ടുണ്ട്. ഡാമിന്റെ റിസർവോയർ കണ്ടില്ല, അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ദിവസമായിട്ട് നിൽക്കാതെയുള്ള മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ ഡാമൊക്കെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് റിസർവോയറിൽ. ഇപ്പോൾ 2-3 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഷട്ടറുകളുള്ള ഒരു ഡാമാണ് കേട്ടോ ബോത്താങ്കെട്ട് ഡാം. 15 ഷട്ടറാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, എത്രയോ ഷട്ടറുള്ള ഡാമുകൾ വളരെ കുറവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിലൊക്കെ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലും ഇത്ര ഷട്ടറുള്ള ഡാമുകൾ കുറവാന്ന് തോന്നുന്നു. 15 ഷട്ടറാണ് കേട്ടോ ബോത്താങ്കെട്ട് ഡാമിന് വന്നിരിക്കുന്നത്. ഡാമിന്റെ റിസർവോയറിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളമാണ്. അവിടെ ബോട്ടിംഗ് സർവീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
2 ദിവസത്തെ മഴയുടെ ശക്തി നിങ്ങൾക്ക് ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതുപോലെ ഇവിടെയും കണ്ടോ നല്ല ശക്തമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഇവിടെ കണ്ടോ എൻ്റെ പൊന്നോ, വെള്ളം ഭയങ്കര ശക്തിയായിട്ടാണ് കേട്ടോ ഒഴുകുന്നത്. ഇതാ കുത്തി ഒലിച്ച് നല്ല ചെളി വെള്ളമായിട്ടാണ് ഒഴുകുന്നത്. ഇപ്പൊ 2 ദിവസം മഴയുടെ ഒരു ശക്തി മനസ്സിലായില്ലേ. അതായത് വടാട്ടുപാറ സൈഡിലേക്ക് പോകുന്ന ബസ്സാണ്. ഭയങ്കര വെള്ളമാണ് കേട്ടോ. ശരിക്കും ഇവിടെ നിൽക്കുമ്പോ തന്നെ പേടിയാവുക. അപ്പൊ ഇവിടെ 2 ചേട്ടന്മാര് മീൻ പിടിക്കാനുള്ള പരിപാടിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കാം. എന്തൊക്കെയോ പൊടിച്ച് മീനുള്ളതാണെന്ന് പറഞ്ഞു. എന്താണേട്ടാ അത്? ആ അത് കന്നാലിത്തീറ്റയും മൈദയും കൂടി മിക്സ് ചെയ്തേക്കണതാ. എന്നിട്ടാണ് മീനെ പിടിക്കാനുള്ള പരിപാടി ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഭൂത്താങ്കട്ട് ഡാമിന്റെ ആ ഷട്ടർ തുറന്ന ഏരിയയിലേക്ക് വന്നേക്കാണ് കേട്ടോ. വളരെ കുറച്ച് മാത്രം കേട്ടോ ഷട്ടർ പൊക്കിയിട്ടുള്ളൂ. വെള്ളം ശക്തിയായി ഒഴുകുന്നതിന്റെ സൗണ്ടും അതുപോലെ ഒരു വെള്ളം ഒഴുകുന്നതിന്റെ ശക്തിയൊക്കെ കണ്ടില്ലേ. കുഞ്ഞപ്പനും ബഷീറൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാണ്ടോ ഈ വെള്ളത്തിന്റെ ഒരു ഫോഴ്സിന്റെ ആ ഒരു എഫക്ട് നമ്മുടെ ഇങ്ങോട്ട് വരെ മേത്തേക്ക് വെള്ളം തെറിക്കുന്നുണ്ട് കേട്ടോ. അത്രയും ഫോഴ്സിലാണ് വെള്ളം അവിടുന്ന് ഒഴുകി വരുന്നത്. അപ്പൊ നമ്മളിതാ ഈ സൈഡ് അത്യാവശ്യം കണ്ടു കഴിഞ്ഞു. വെള്ളത്തിന്റെ സൗണ്ട് ഉള്ളതിന് എത്രത്തോളം പറയുന്നത് കേൾക്കാൻ പറ്റുന്ന അറിയത്തില്ല. അപ്പൊ എന്തായാലും അവിടെയൊക്കെ ഒരുപാട് പേര് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. വലയൊക്കെ വീശുന്നുണ്ട്. ഒരുപാട് പേര് അപ്പുറം പഴയ പാലത്തിൽ നിന്ന് കാഴ്ചകൾ കാണുന്നുണ്ട്. അപ്പുറ സൈഡില് ബോട്ടിംഗ് സർവീസസ് ഉണ്ട്, ഹൗസ് ബോട്ട് ഒന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാസ് എടുത്ത് കഴിഞ്ഞാൽ പോകാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഴ ഇപ്പൊ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഡാമിന്റെ ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോഴാണ് ഈ ഒരു കാഴ്ച. എൻ്റെ മോനെ നോക്കിയേ, അവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഇവിടുത്തെ മുകളിലത്തെ കാഴ്ചകളെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ മാക്സിമം വെള്ളത്തിലേക്ക് ഇറങ്ങാണ്ടിരിക്കുക. മഴയുള്ള സമയത്തും അല്ലാതെയും ഡേഞ്ചറാണ് കണ്ടോ. ഇവിടെയൊക്കെ ഭയങ്കര ശക്തിയിലാണ് കേട്ടോ വെള്ളം ഒഴുകുന്നത്. വീണ്ടും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. നമുക്കിനി നേരെ കാറിലോട്ട് പോയി കയറാം. എല്ലാവരും കാറിൽ പോയി കയറുകയുണ്ടോ കേട്ടോ. അപ്പൊ നമുക്ക് പതുക്കെ കാറിൽ പോയി കയറാം. മഴ പെയ്തു തുടങ്ങി. ഉടലെടാ ഉടലെ ഉടലെ. വലിയ മഴയില്ല, ചാറ്റൽ മഴയാണ്. നമുക്ക് നേരെ ഇനി കാറിലേക്ക് പോവാം. ഐസ്ക്രീം മേടിക്കാം. അപ്പൊ കുഞ്ഞപ്പന് ഐസ്ക്രീമും കൂടി മേടിക്കണം. ഇത് കണ്ടോ ഇവിടെ തെന്നി തെറിച്ച് കിടക്കുകയാണ്. അപ്പൊ നമ്മള് നടക്കുമ്പോഴും ശ്രദ്ധിക്കണം. അവർക്ക് മഴയത്ത് ഐസ്ക്രീം തിന്നുന്നത് വേറൊരു ഫീലാന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും എല്ലാരും നോക്കുക മഴയത്ത് നമ്മൾ നനഞ്ഞു പോണത്. ഇപ്പൊ ഇതുണ്ടോ നമ്മള് മഴ പെയ്തപ്പോ നേരെ വന്ന് കാറി കയറിയിട്ടുണ്ട്. കാറി കയറിയതാ മഴയും ഇവിടെ നല്ല ഐസ്ക്രീം തീറ്റയാണ് കേട്ടോ. 2 പേരും കൂടി. അപ്പൊ കുഞ്ഞാ എങ്ങനെയുണ്ട്? ഇതേത് ഐസ്ക്രീമാ? ചോക്ലേറ്റ് ഐസ്ക്രീം. ഇത് അപ്പൊ 2 പേരും നല്ല ഐസ്ക്രീം തീറ്റയാണ് കേട്ടോ. പിന്നെ നമുക്ക് തിരിച്ച് റിട്ടേൺ പോകാൻ പ്രത്യേകിച്ച് പ്ലാനോ പരിപാടിയോ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ മഴ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവര് ഐസ്ക്രീം കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ ഈ കാണുന്ന കടയിൽ നിന്ന് നല്ല ചൂടൻ ബജിയും കൂടി മേടിക്കുകയാണ് കേട്ടോ. അതൊക്കെ മഴയത്ത് ബജിയെ കഴിച്ച് പോവാല്ലേ. ഐസ്ക്രീമും ബജിയും ഒക്കെ കഴിച്ച് പോവാം. ചോറ് ഇതുവരെണ്ടിട്ടില്ല കേട്ടോ. സമയം 2 മണി കഴിഞ്ഞു. ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് കേട്ടോ. വലിയ ചൂടില്ലെങ്കിലും അത്യാവശ്യം ചെറിയ ചൂടുണ്ട്. അപ്പൊ നമ്മുടെ ചമ്മന്തിയൊക്കെ അതിനുണ്ട്. എനിക്ക് ചമ്മന്തി വേണ്ട. ചമ്മന്തി മുക്കാം. ഇത് നമ്മള് ചമ്മന്തിയിൽ മുക്കിയിട്ടുണ്ട്.
ഇവിടെ ഒരാൾ നോക്കിയിരിക്കുന്നുണ്ട്. നല്ലതാണോ? സോസല്ല, ചമ്മന്തിയാ. നമ്മള് മുട്ട ബജിയും മുളക് ബജിയാണ് മേടിച്ചിരിക്കുന്നത്. അതിന് മുളക് ബജി എടുത്ത് അതാ നല്ല ക്രിസ്പി നല്ല മുളക് ബജി കേട്ടോ. നല്ല മുളക് ബജി എടുത്തിട്ടുണ്ട്. എരിവില്ലടാ. അപ്പൊ ഇനി നമ്മൾ പ്രത്യേകിച്ച് വേറെ എങ്ങോട്ടും പോകുന്നില്ല. കാരണം പുറത്ത് നല്ല മഴയാണ് കേട്ടോ. പുറത്ത് പോയാലും കാഴ്ചകളൊക്കെ കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിനി പ്രത്യേകിച്ച് വേറെ എങ്ങോട്ടും പോകുന്നില്ല. ഉണ്ടായിരുന്നു നമ്മുടെ മഴയത്തുള്ള യാത്രയും പൂത്താങ്കെട്ടും ഐസ്ക്രീം തീറ്റയൊക്കെ. അപ്പൊ നമ്മുടെ ബജി ഇവിടെ എടുത്ത് വെച്ചിട്ട് വീണ്ടും ഒരു സെറ്റ് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട്. നല്ല മഴ ഐസ്ക്രീം തീറ്റയൊക്കെയായിട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളിയാണ് കാലാവസ്ഥയൊക്കെ. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യുക, വെള്ളത്തിലേക്ക് ഇറങ്ങാണ്ടിരിക്കുക. അപ്പൊ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ഒക്കെ ലൈക്ക് അടിക്കുക, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നതിലേക്കും ബൈ.